ഹായ് ഹലോ എല്ലാവർക്കും കിസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് തൊട്ട് നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങുവാണ്. ഡെയിലി 5 മിനിറ്റ് കൊണ്ട് ഏതാനും PYQ ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സും നമുക്ക് പഠിക്കാം. ആദ്യത്തെ ചോദ്യം, MGNREGA പൂർണ്ണ രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ എ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഈ ആക്ട് നിലവിൽ വരുന്നത് 2005-ലാണ്. ഈ ആക്ട് പ്രകാരം ഗ്രാമീണ മേഖലയിൽ ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്നു. ഇനി കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. 2025 ഈ ആക്ടിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി എന്നാണ് പുനഃനാമകരണം ചെയ്തത്. ഈ ആക്ട് പ്രകാരം പ്രതിവർഷം 125 ദിവസമാണ് തൊഴിൽ ഉറപ്പു നൽകുന്നത്. അടുത്ത ചോദ്യം, സുരക്ഷാ നയം ഏതിന്റെ മുദ്രാവാക്യമാണ്? ഉത്തരം ഓപ്ഷൻ ബി, KSDMA കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മുദ്രാവാക്യമാണ് സുരക്ഷാ നയം. KSDMA നിലവിൽ വരുന്നത് 2007 മെയ് 4-നാണ്. ഇതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കും എന്ന കാര്യം കൂടി ഓർക്കണേ. ഇനി നമുക്ക് ഓപ്ഷൻസിനകത്ത് KSEB ഉണ്ടല്ലോ, KSEBയെ പറ്റി നോക്കാം. KSEB നിലവിൽ വരുന്നത് 1957 മാർച്ച് 31-നാണ്. KSEBയുടെ ആപ്തവാക്യം കേരളത്തിന്റെ ഊർജം. ഒരുമ എന്നത് വൈദ്യുതി ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന കാര്യം കൂടി ഓർക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? രാജ്യസഭ കാലാവധി 6 വർഷമാണ്. രാജ്യസഭ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണ്. ഉത്തരം ഓപ്ഷൻ ബി, എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അപ്പൊ നമുക്ക് ഓരോ പ്രസ്താവന വെച്ച് നോക്കിയാലോ. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. തെറ്റാ. കാരണം എന്താ? രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം. ലോകസഭയാണ് പാർലമെന്റിന്റെ അധോമണ്ഡലം. രാജ്യസഭ പാർലമെന്റിന്റെ അപ്പർ ഹൗസ് ആണ്. അടുത്തത്, രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ഇത് നമ്മൾ എങ്ങനെ ഓർക്കും? രാമു എന്നുള്ള കോഡ് വെച്ച് ഓർക്കാമല്ലോ. രാമു. ഇപ്പൊ രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണോ? അല്ല. ഓരോ സംസ്ഥാനങ്ങളുടെയും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. കേരളത്തിന് അനുവദിച്ചിട്ടുള്ള രാജ്യസഭാ സീറ്റ് 9 എങ്കിൽ ലോകസഭാ സീറ്റ് എത്ര ആണെന്ന കാര്യം ഒന്ന് കമന്റ് ചെയ്യണേ. അടുത്ത ചോദ്യം, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാവുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, റിക്കറ്റ്സ്. ഇത് കുട്ടികളുടെ എല്ലുകളെ മൃദുലവും ദുർബലവുമാക്കുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കാം. സ്കർവി എന്നത് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാവുന്ന രോഗമാണ്. പെല്ലഗ്ര വൈറ്റമിൻ B3യുടെയും ഓസ്റ്റിയോപോറസിസ് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയും കാരണമുണ്ടാവുന്ന രോഗാവസ്ഥയാണ്. അടുത്ത ചോദ്യം, ആരോഗ്യ കേരളം പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, ആരോഗ്യ സേവനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അടുത്ത ചോദ്യം, തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെഴുതുക. സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്നു. ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഉത്തരം ഓപ്ഷൻ എ, 1ഉം 4ഉം. ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗവും സെറിബെല്ലമാണ്. അടുത്ത ചോദ്യം, രാജ്യത്താദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കേരളം. പ്രഥമ വയോജന കമ്മീഷൻ ചെയർമാൻ K. സോമപ്രസാദ് ആണെന്ന കാര്യം കൂടി ഓർക്കുക. അടുത്ത ചോദ്യം, അമ്ലമഴയുടെ pH മൂല്യം ഏകദേശം എത്ര? ഉത്തരം ഓപ്ഷൻ എ, 5.6 താഴെ. അന്തരീക്ഷത്തിൽ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും പുറന്തള്ളുന്നതിലൂടെയാണ് അമ്ലമഴ അഥവാ ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹസങ്കരമാണ്? ഉത്തരം ഓപ്ഷൻ എ, അൽനിക്കോ. ഓപ്ഷൻസ് നോക്കുമ്പോൾ ഡ്യൂറാലുമിൻ എന്ന ലോഹസങ്കരത്തെ പറ്റി കാണാം.
ഡ്യൂറാലിമിൻ എന്നത് വിമാനങ്ങളുടെ ചിറകുകളും അതുപോലെ ബഹിരാകാശ പേടകങ്ങൾ, വാഹനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വളരെ ഭാരം കുറഞ്ഞ ലോഹസങ്കരമാണ്. അടുത്ത ചോദ്യം, ഒരു ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അതിലെ കണ്ടെയ്നറിലെ കാൽസ്യം കാർബൈഡ് ഉണ്ടെങ്കിൽ അതിന് ജലവുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ പുറത്തുവരുന്ന വാതകം ഏത്? ഉത്തരം അസറ്റിലിൻ. അവസാന ചോദ്യം, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം AI ടൂൾ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആൽഫാഫോൾഡ്. ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് വികസിപ്പിച്ചെടുത്ത AI ടൂളാണ് ആൽഫാഫോൾഡ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത സീരീസ് ആയിട്ട് കാണുന്നവരെ ബൈ.